ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ് അനാലിസിസിനെ പറ്റി, എങ്ങനെയാണ് ബിസിനസ് അനലിസ്റ്റ് ആവുന്നതെന്നൊക്കെയുള്ള ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു ബിസിനസ് അനലിസ്റ്റ് ആവുമ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് എടുക്കണോ, ആ സർട്ടിഫിക്കേഷൻസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻസും വന്നായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് മെയിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് അനലിസ്റ്റിൻ്റെ സർട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബിസിനസ് അനലിസ്റ്റ് എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, IIBA. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ പോലെ തന്നെ IIBA എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് അനാലിസിസ് ആണ്. അതായത് ബിസിനസ് അനാലിസ്റ്റിൻ്റെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് IIBA എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ സർട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അത് ഇൻ്റർനാഷണലി, അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലല്ല വേറെ ഏത് കൺട്രീസിൽ ജോലി ചെയ്യാൻ പോയാലും ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിലയാണ് തരുന്നത്. അപ്പം ഈ ഓർഗനൈസേഷൻസ് BAക്ക് വേണ്ടി, അതായത് ബിസിനസ് അനലിസ്റ്റ് എന്ന് നമ്മൾ ഷോർട്ട് ഫോം വിളിക്കുന്ന BAസിന് വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻസ് തരുന്നുണ്ട്. പിന്നെ ഈ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡസ്ട്രി റെക്കഗ്നേഷൻ. അപ്പോൾ നമ്മളൊരു ഈ IIBA സർട്ടിഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ല വിലയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നമ്മളെ എല്ലാവരും ഒന്നും എടുക്കാറൊന്നുമില്ല. അപ്പോൾ എടുക്കുന്നവരെ തന്നെ ഭയങ്കര ഒരു വിലയാണ്. ഓക്കെ, അവർ അതിലൊരു പ്രത്യേക ഇതിനെപ്പറ്റി എല്ലാ നോളജ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു സർട്ടിഫൈഡ് ആയതെന്നുള്ള ആ ഒരു ഇംപ്രഷൻ നമ്മളെപ്പറ്റി കിട്ടും. അതേപോലെ തന്നെ കരിയർ അഡ്വാൻസ്മെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം രണ്ടുപേര് ഒരേപോലെ തന്നെ ക്വാളിഫിക്കേഷനാണ്, പക്ഷേങ്കിൽ എനിക്ക് ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്കായിരിക്കും കുറച്ചും കൂടെ ഒരു സാലറി വൈസ് ആണെങ്കിലും അതേപോലെ തന്നെ ഒരു ഇതൊക്കെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടാനായിട്ട് കൂടുതൽ നല്ലത് ഈ ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മളൊരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ പോലെ തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്കിതിൽ സർട്ടിഫൈഡ് ആണെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് അവർ വയ്ക്കും. നമ്മൾ ജോലികളുടെ ഇതിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഇതൊരു IIBA സർട്ടിഫിക്കേഷൻ ഉള്ളത് ഒരു പ്ലസ് ആണെന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ട് നമ്മൾ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കരിയറിന് അത് വളരെ ഉപകാരം ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് അനലിസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്, അതിലല്ലെങ്കിൽ ഓരോ നമ്മൾക്ക് വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ അതിൽ ബിഹേവ് ചെയ്യണം, ഓരോ നമ്മളുടെ അടുത്ത് ക്ലയൻസ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഈ ഒരു IIBAയുടെ നമ്മളുടെ സർട്ടിഫിക്കേഷനിൽ ആ ഒരു കോഴ്സ് വഴി നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ്, നമുക്ക് ഒരുപാട് സ്കിൽസിൻ്റെ തന്നെ വളരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ IIBA സർട്ടിഫൈഡ് ആകുമ്പോൾ. പിന്നെ നാലാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഇപ്പം ഈ IIBA എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട്, അതായത് വേൾഡ് ഫേമസ് ബിസിനസ് അനലിസ്റ്റിൻ്റെ നമ്മളുടെ ഇന്ത്യയിലുള്ളവർ മാത്രമല്ല ലോകത്തിലുള്ള പല ഭാഗത്തുള്ള ബിസിനസ് അനലിസ്റ്റുമായിട്ട് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾക്ക് ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റെക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കിപ്പം കരിയറിൽ തന്നെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ട് അത്രയും എക്സ്പേർട്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യവും നമുക്ക് ഈ IIBA സർട്ടിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടും. പിന്നെ നിങ്ങൾ ബിസിനസ് അനലിസ്റ്റ് ആവാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് അനലിസ്റ്റിൻ്റെ ഈ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ആദ്യം എഴുതേണ്ട സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ECBA എന്നാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എൻട്രി സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് അനാലിസിസ്. അപ്പോൾ നിങ്ങളൊരു ഫ്രഷറാണ് അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളൂ, നിങ്ങൾക്ക് ബിസിനസ് അനലിസ്റ്റ് ആവണം, അതിലാണ് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി നിങ്ങൾ അതിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ഇപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ എഴുതിക്കൊള്ളുക. എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ്, അതായത് ബിസിനസ് അനലിസ്റ്റ് എങ്ങനെയാണ്, ആരാണ് ബിസിനസ് അനലിസ്റ്റ്, അപ്പം ഇന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, ഇന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആദ്യമേ എന്ത് സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളും നമുക്ക് ഈ ECBA എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനിൽ വരും. പിന്നെ ഇതിൻ്റെ ഫീസ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എക്സാം എഴുതാനായിട്ട്, അതായത് നമ്മളിപ്പം യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതുമ്പോൾ രജിസ്ട്രേഷൻ ഫീ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഫീ ഒന്നും ഇല്ല ഇതിനകത്ത്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് $0 ആണ്, ഒന്നുമില്ല. ഇനിയിപ്പം നമ്മൾ IIBA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ മെമ്പർ ആണെങ്കിൽ ഒരു ഫീസും നോൺ മെമ്പർ ആണെങ്കിൽ വേറൊരു ഫീസുമാണ് ഇതിന് വരുന്നത്. ഇപ്പം മെമ്പർ എക്സാം ഫീസ് എന്ന് പറയുന്നത് $195 ആണ്, നോൺ മെമ്പർ എക്സാം ഫീ എന്ന് പറയുന്നത് $350 ആണ്.
നിങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നും. ശരിയാണ്, ഒരു വലിയ എമൗണ്ട് ആണ്. പക്ഷേങ്കിൽ ഇത് നമ്മളുടെ കരിയറിൽ നല്ലൊരു ഗുണം ചെയ്യും. ഇപ്പം നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് എഴുതുന്നതെങ്കിൽ ചില മിക്ക കമ്പനീസും നിങ്ങൾക്ക് സർട്ടിഫിക്കേഷന് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എക്സാം എഴുതാനാണ് നോക്കുന്നതെങ്കിലൊക്കെ ആ കമ്പനിയുടെ പോളിസിയൊക്കെ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. ഇപ്പം നമ്മൾ സ്വന്തമായിട്ടാണ് എഴുതുന്നതെങ്കിലും ഓക്കെ, നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്യുക. ഓക്കെ, എനിക്ക് ബിസിനസ് അനലിസ്റ്റ് ആവണം, എനിക്ക് എന്തായാലും എൻ്റെ കരിയർ ഞാൻ അതിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിൽ ഇത് എഴുതിക്കൊള്ളുക. ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിട്ട് വരില്ല. അപ്പം നിങ്ങൾ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ഇതിൽ ECBAയുടെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 MCQs ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 1 hourലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ എക്സാമിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരുപാട് കോഴ്സ് മെറ്റീരിയൽസ് ഉണ്ടാവും. അതെല്ലാം നോക്കി നന്നായിട്ട് പഠിച്ച് ഇന്ന സിറ്റുവേഷൻസിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി, ഇത് ഒരു എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതെ നമ്മളുടെ റിയൽ ടൈം, അതായത് ഇപ്പോൾ ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ അത് നമ്മളുടെ വർക്കിനും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കമ്പനിയിലോട്ട് സ്വിച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാറുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അത്രയും ഒരു റെക്കഗ്നിഷൻ കിട്ടും. ബിക്കോസ് യു ആർ ECBA സർട്ടിഫൈഡ്, അതായത് IIBAയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ വേറെ 2 സർട്ടിഫിക്കേഷൻസും കൂടെയുണ്ട്. അത് നമ്മളുടെ കരിയറിൻ്റെ അഡ്വാൻസ് ലെവലിലാണ്. അതായത് ഒരു 7 to 8 years എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അടുത്തൊരു ലെവൽ ഓഫ് എക്സാം എഴുതേണ്ടത്. അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സീനിയർ മോസ്റ്റ് ലെവലിൽ എത്തുമ്പോഴാണ് നിങ്ങൾ അടുത്ത എക്സാം എഴുതേണ്ടത്. അപ്പം നിങ്ങൾ ഒരു ആസ് എ ഫ്രഷർ എന്ന് പറയുന്ന നിങ്ങളൊരു ഫോക്കസ് ചെയ്യേണ്ടത് ECBA എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇനി ഹയർ ലെവൽ ഓഫ് എക്സാമിനേഷൻ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.